ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ആദർശ് വളരെ ക്രൂരമായ രീതിയിൽ നയനയോട് സംസാരിക്കുന്നു. നയനയെ ഇറക്കി വിടും എന്നുള്ളൊരിതിൽ അങ്ങനെ യാതൊരു മനസാക്ഷിയും മര്യാദയും ഇല്ലാതെ ആദർശ് നയനയ്ക്ക് മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ നയനയുടെ നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദന. എങ്കിലും താൻ കാരണം ഇനി ഈ കുടുംബത്തിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് നമ്മുടെ നയന പോകാനായിട്ട് അങ്ങനെ ഇറങ്ങി നിൽക്കുന്നു. അങ്ങനെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് നയനെ ഇറങ്ങി പോകുന്ന സമയത്ത് നിനക്കൊന്ന് പോയി തരാവോ എന്നാണ് ആദർശ് ചോദിക്കുന്നത്. എങ്കിലെന്നാ നീ പോകണ്ടെന്നോ, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്നൂടെ, ഇതൊന്നും ചോദിക്കുന്നില്ല. അമ്മയ്ക്ക് വേണ്ടിയിട്ട് അത്രത്തോളം വലിയ ത്യാഗമൊക്കെയാണ് ആദർശ് ചെയ്യുന്നത്. അങ്ങനെ ആദർശ് നയനയോട് അത് ചെയ്യുമ്പോൾ നയനയ്ക്കാണെങ്കിൽ ആ വീട്ടിലെ ഇഷ്ടമുള്ളവരെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഓരോരോ കാരണങ്ങളാണെന്ന് എനിക്കറിയാം. അതൊന്നും ഇവിടെ വിലപ്പോവില്ല, നീ പോകാൻ നോക്കാൻ പറഞ്ഞു. നീ എന്തിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പോയാലും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നയനയെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നയന നെഞ്ചു പൊട്ടുന്ന വേദനയോടെ നിൽക്കുക. പക്ഷെ ഇതൊന്നും ആദർശിൻ്റെ മുന്നിൽ ഒരു പരിധി വരെ നയന കാണിക്കുന്നില്ല. കാരണം കാണിച്ചിട്ട് കാര്യമില്ലെന്ന് നയനയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നയന പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള തീരുമാനം, ആ ഒരു തീരുമാനം എടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. ആദർശാണെങ്കിൽ ഇവള് പടി കടന്നിട്ട് വേണം ഇച്ചിരി വയറ് നിറച്ച് ചോറുണ്ണാനെന്നുള്ളൊരു മട്ടിൽ ആദർശ് നിൽക്കുന്നത്. അങ്ങനെ ഇവർക്കിടയിലുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഇങ്ങനെ അവിടെ നടന്നു. എന്തായാലും പോകുമ്പോൾ നീ എന്നോട് യാത്ര പറയാനൊന്നും വരണ്ട, നിനക്ക് പിന്നെ കൊണ്ടുപോകാൻ അധികം സാധനങ്ങളൊന്നുമില്ലല്ലോ, ഉള്ളതൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനത്തെ നയനയെ പറഞ്ഞു വിടാനായിട്ട് ആദർശ് വെമ്പൽ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് അവിടെ ഉമ്മറത്ത് നമ്മുടെ മുത്തശ്ശൻ ആകെ വിഷമിച്ചിരിക്കുക. സങ്കടപ്പെട്ടിരിക്കുന്ന മുത്തശ്ശൻ്റെ അരികിലേക്ക് മുത്തശ്ശി വന്നു. എന്താ ഇദ്ദേഹത്തിന് പറ്റിയത്? ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തിൻ്റെ മനസ്സിലാകെ വിഷമമാണല്ലോ. എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്, നിരാശപ്പെട്ടിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ സങ്കടം? എന്തോർത്തിട്ടാണ് ഇങ്ങനെ സങ്കടം എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോഴും മുത്തശ്ശനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ഒന്നും ഇല്ലടോ, അപ്പോൾ എന്താ മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഇല്ലടോ, എനിക്ക് മനസ്സുകൊണ്ട് വലിയ സുഖമൊന്നുമില്ല, അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞു. ആരെക്കുറിച്ച് ഓർത്തിട്ടാണ് മനസ്സിന് സുഖമില്ലാത്തത്? എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജയൻ വരുന്നത്. ജയൻ വന്നപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചു. നീ ഇത് കണ്ടോ മോനെ, അച്ഛൻ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായെന്ന് അറിയോ? ഞാൻ ചോദിക്കുന്നതിനൊന്നും വ്യക്തമായൊരു മറുപടി തരുന്നില്ല എന്നിങ്ങനെ മകനോട് അമ്മ പറയുമ്പോൾ, അത് പിന്നെ അച്ഛനിപ്പോൾ വിഷമം മുഴുവൻ കൊച്ചുമക്കളെക്കുറിച്ച് ഓർത്തിട്ടല്ലേ അമ്മേ? കൊച്ചുമക്കളുടെ കാര്യങ്ങൾ ഓർത്തിട്ടുള്ള വിഷമത്തിൽ അച്ഛൻ ഇരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആദർശിൻ്റെയും നയനയുടെയും കാര്യങ്ങൾ. അച്ഛൻ്റെ മുന്നിൽ വെച്ച് പോലും വന്ന് ആദർശ് ഇപ്പോൾ നയനയോട് വളരെ മോശമായ ക്രൂരതയോടുകൂടി സംസാരിക്കാൻ തുടങ്ങി. അത് നിയന്ത്രിക്കാൻ അച്ഛനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമം അച്ഛൻ എന്തായാലും ഉണ്ടാകുമല്ലോ. ആ ഒരു സങ്കടം കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇനിയെങ്കിലും ആദർശ് നേർവഴിക്ക് വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ എങ്ങാനും അവൻ നേർവഴിക്ക് വരാൻ തയ്യാറായില്ലെങ്കിൽ, അല്ലെങ്കിൽ അവൻ നേർവഴിക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ കൊച്ചുമോനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണം നമ്മൾ കരുതാൻ. അല്ലെങ്കിൽ അവൻ വഴിതെറ്റിപ്പോയി എന്ന് വേണം കരുതാൻ. അമ്മയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയോട് നീതി കാണിക്കാത്ത അവനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ മുത്തശ്ശൻ പറയാം. അപ്പോൾ മുത്തശ്ശൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ആദർശിന് ഉള്ളിൻ്റെ ഉള്ളിൽ നയനയോട് നല്ല സ്നേഹമാണ്. അതുകൊണ്ട് അവൻ വേറെ രീതിയിൽ ഇപ്പോൾ ദേവയാനി കാണാൻ വേണ്ടിയായിരിക്കും അവൻ ഓരോന്ന് കാണിക്കുന്നത്, അല്ലാതെ നയനയെ വേദനിപ്പിക്കാൻ വേണ്ടി അവനൊന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇങ്ങനെ മുത്തശ്ശി തൻ്റെ ആ ഒരു ആഗ്രഹം പറയുമ്പോൾ അങ്ങനെയാണെന്ന് വിശ്വസിച്ചോ താനും? അങ്ങനെയാണെങ്കിൽ നന്ന്, അല്ലെങ്കിൽ അരുതാത്ത പല തീരുമാനങ്ങളും എനിക്കും എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എനിക്കും ആ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു, അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തിനൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് പറഞ്ഞു. നയനമോളെ പോലെ ഒരു ഭാര്യയെ കിട്ടിയിട്ട് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാത്ത അവൻ ജീവിതത്തിൽ വൻ പരാജയം തന്നെയായിരിക്കുമെന്ന് ജയനും ഈ ആദർശിനെ കുറിച്ച് പറയാം. അങ്ങനെ ആദർശിൻ്റെ ആ ഒരു അഹങ്കാരത്തിനെക്കുറിച്ച്, ആ ഒരു ദുഷ്ടതയെക്കുറിച്ചൊക്കെ ഇവർ ഇരുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇനി പഴയതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാമെന്ന് മുത്തശ്ശൻ ഇങ്ങനെ എന്നിട്ട് പറയുകയും ചെയ്തു കേട്ടോ. പക്ഷെ മുത്തശ്ശന് അസുഖമായാലും മുത്തശ്ശിക്ക് അസുഖമായാലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച ആദർശ് നയനെ കൂടെ നിർത്തുമോ? ഒരിക്കലും നിർത്തില്ല. അങ്ങനെ ആ ഒരു സംസാരം അവർ വെറുതെ സംസാരിക്കുന്നത്, അവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നവ്യയും ജലജയും അതുപോലെ തന്നെ ദേവയാനിയും കൂടി അവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവരവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആദർശ് വന്നു. ആദർശ് വന്നപ്പോൾ എന്താടാ മോനെ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അവളെന്തിയേ? നിൻ്റെ ഭാര്യ എന്ന് ചോദിച്ചു ജലജ. അവൾ റൂമിലുണ്ടെന്ന് പറഞ്ഞു. അമ്മയോട് ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ
എന്താ എനിക്ക് പറയാനുള്ളത്? അപ്പോൾ മുഖം ഇങ്ങനെ മുമ്പെന്നും പറഞ്ഞ് കടന്നതിൽ കുത്തിയതുപോലെ തന്നെയാണ് ദേവയാനിക്ക് ഇരിക്കുന്നത്. മോന്ത ഒരിക്കലും തെളിയുന്നില്ല. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അവൾ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞു. പോവാനോ? എങ്ങോട്ട്? അവൾ കാരണം ഈ വീട്ടിൽ ഇനി ഒരു പ്രശ്നം വേണ്ടെന്നും അവൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോളാമെന്നും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നീ എന്തിൻ്റെ കാരണത്തിൽ പോയാലും അതൊന്നും കുഴപ്പമില്ല, അവളോട് പൊക്കോളാൻ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേ. ഇനി അവൾ ഈ വീട്ടിൽ അമ്മയ്ക്ക് ശല്യമായോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ശല്യമായോ ഉണ്ടാകില്ല എന്ന് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയ്ക്ക് സന്തോഷമായി, ജലജയ്ക്ക് സന്തോഷമായി. നന്നായിടാ മോനെ, നന്നായി. നീ ഇപ്പോഴാണ് നല്ലൊരു തീരുമാനം എടുത്തത്. ഇനി നിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം വന്ന് നിറയും, വെളിച്ചം വന്ന് നിറയും. നിൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും ഇരുട്ടായിരുന്നു. അവൾ ഇറങ്ങിപ്പോകുന്നതോടുകൂടി ആ ഇരുട്ടും ഇറങ്ങിപ്പോകും. അതിനുശേഷം നിൻ്റെ ജീവിതത്തിൽ വെളിച്ചം വന്ന് നിറയും. ആ വെളിച്ചം നിനക്ക് ഐശ്വര്യമായി മാറും. അവൾ നിൻ്റെ കൂടെ ഉള്ളിടത്തോളം നിൻ്റെ ജീവിതം ഒരിക്കലും കരക്കെടുക്കില്ല. അവൾ പോട്ടെ, അവൾ പോയാലേ നിനക്കൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ വാതോരാതെ പറയാം. ദേവയാനി അതിന് യെസ് എന്നോ നോ എന്നോ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ മുഖവും കടന്നൽ പോലെ കുത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പം അങ്ങനെ ഇതെല്ലാം മകൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു. ഏട്ടത്തി എന്ത് പറയാനായി? ഏട്ടത്തിക്ക് 100 വട്ടം സമ്മതമല്ലേടാ, അതുകൊണ്ടല്ലേ ഏട്ടത്തി ഒന്നും മിണ്ടാത്തത്. അവൾ എങ്ങനെ ഇവിടെ നിന്ന് പോകുമെന്നുള്ളൊരു പേടിയിലായിരുന്നു ഏട്ടത്തി. എന്തായാലും നമ്മൾ പണിയെടുക്കാതെ തന്നെ പോകാൻ തീരുമാനിച്ചല്ലോ. അവൾ മുത്തശ്ശൻ്റെ ഈ ഒരു അവസ്ഥയും ഈ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ മാറണം, അതിന് വേണ്ടിയിട്ടാണ് പോകാൻ തയ്യാറായതെന്നൊക്കെ അന്നേരത്തേക്ക് ആദർശ് പറഞ്ഞു. ആദർശ് അത് പറഞ്ഞപ്പോഴും ദേവയാനി ഇങ്ങനെ നോക്കുന്നു. അതിനും കമാവുന്നൊരക്ഷരം മിണ്ടിയില്ല. ലാസ്റ്റ് പറഞ്ഞു അതും അവളുടെ പുതിയൊരടവാണെന്ന്. കാരണം അവളായിട്ട് തന്നെ ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവളോട് പോകണ്ട എന്നിവിടെയുള്ളവർ പറയുമല്ലോ. അങ്ങനെ ഇവിടെയുള്ളവർ പറയാൻ വേണ്ടിയിട്ട് അവൾ കാണിച്ചൊരു അടവാണത്. അതിനുമപ്പുറം അതിനൊരു പ്രസക്തി ഇല്ല എന്ന്. അവിടെയും നയനയ്ക്ക് കുറ്റം. എന്ത് ചെയ്യാനാ? അതിപ്പോൾ പാൽപ്പായസം ഉണ്ടാക്കി കൊടുത്താലും ഒരു കാര്യമില്ല. പറഞ്ഞിട്ട് എന്താ അവസ്ഥ? ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നയനക്ക് അങ്ങ് ഇറങ്ങിപ്പോയാൽ പോരാ. നയന പോവുകയും ചെയ്യും കേട്ടോ. അപ്പം അനുജത്തിയുടെ ജീവിതം തകർന്ന് അനുജത്തി അവിടെ നിന്ന് പടി ഇറങ്ങുന്നതും നോക്കി സന്തോഷവതിയായിട്ട് ഇങ്ങനെ നമ്മുടെ നവ്യ അവിടെ നിൽപ്പുണ്ട്. അവളുടെ അഹങ്കാരം അവസാനിച്ചു. ഇനി വേണം എനിക്കിവിടെയൊന്ന് നിറഞ്ഞാടാൻ എന്നൊക്കെ പറഞ്ഞ് ആശാത്തി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആശാത്തി ചെയ്ത കാര്യമൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും പുള്ളിക്കാരിയെ പരലോകത്തേക്ക് പറഞ്ഞു വിടുമെന്നുള്ള കാര്യം അറിയില്ലല്ലോ. എന്തായാലും നല്ല ചേച്ചിയായിട്ട് ഇങ്ങനെ അവിടെ അനിയത്തി പോകുന്നത് കാണാനായിട്ടുള്ള കൊതിയോടുകൂടി നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കളിക്കുന്ന നയനയാട്ടോ. നയന ഇങ്ങനെ തൻ്റെ ഡ്രസ്സുകളൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് പണ്ടത്തെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഇവർ കണ്ടുമുട്ടിയത്, അതുപോലെ തന്നെ വഴക്കുണ്ടാക്കിയത്, പിന്നീട് വിവാഹം, പിന്നെ ആദർശ് സ്നേഹിച്ച് തുടങ്ങിയത്, അങ്ങനെ പലതും ആലോചിച്ച് പാവം നമ്മുടെ നയന ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ നയന എല്ലാം തകർന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മോൾക്ക് ഒരിക്കലും ഇവിടെ പൊരുത്തപ്പെട്ട് പോകാൻ കഴിയില്ലെങ്കിൽ വീട്ടിലേക്ക് വന്നേക്കണം എന്നുള്ളത്. എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ നയന പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ ബാഗും എടുത്ത് നമ്മുടെ നയന ഇങ്ങനെ പോരുമ്പോൾ ഇറങ്ങിപ്പോകുന്ന മനുഷ്യൻ ഇറങ്ങിപ്പോയിക്കോട്ടെ, പിന്നീന്ന് ചവിട്ടണ്ടെന്നെങ്കിലും വിചാരിക്കട്ടെ. അവിടെ പോലും എല്ലാം ഉപേക്ഷിച്ച് നയന പടി ഇറങ്ങുമ്പോൾ ആദർശ് എന്ന് പറയുന്ന ദുഷ്ടനായ വ്യക്തി വീണ്ടും നയനയുടെ പിന്നാലെ ചെന്ന് ഒരിക്കലും നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുത്, എൻ്റെ ജീവിതത്തിൽ ഇനി നിനക്കൊരു സ്ഥാനവും ഇല്ല, ഇടയില്ല, അതില്ല ഇതില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നയനയ്ക്ക് ശരിക്കും സങ്കടമായി. കാരണം എന്താ പറയുന്നത്, ശവത്തിൽ കുത്തുക എന്ന് പറയില്ലേ, വീണ്ടും 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 ഇങ്ങനെ കുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആദർശേട്ടൻ ഇനിയിപ്പോൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? ഞാനായിട്ട് ഒരിക്കലും ആദർശേട്ടൻ്റെ ജീവിതത്തിലോ ഈ അനന്തപുരി തറവാട്ടിലേക്കോ മടങ്ങി വരില്ല. അതോർത്ത് ആദർശേട്ടൻ പേടിക്കണ്ട. ആദർശേട്ടൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനിയൊരു തടസ്സമായോ കനലായോ സമാധാനക്കേടായോ ഈ നയന ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ എന്താണ് നമ്മുടെ കാര്യത്തിൽ ആദർശേട്ടൻ തീരുമാനം എടുക്കുന്നത് അത് ആദർശേട്ടൻ എന്നോട് പറഞ്ഞേരെ, അതിനൊപ്പം ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു. ഡൈവോഴ്സ് വല്ലതായിരിക്കാം നയന ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഇനി നയന തൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ആദർശം അങ്ങോട്ടേക്ക് ഉറപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ നയന പടിയിറങ്ങി പോകുന്നു. അപ്പോൾ മരുമകൾ പോയതിൻ്റെ ആ ഒരു ഇതിൽ ദേവയാനി ഇരിക്കുക. ദേവയാനി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ തീർന്ന് നയനയ്ക്ക് വീണ്ടും അവിടെ ജീവിക്കാനായിട്ട് കഴിയും. പക്ഷേ ദേവയാനി അത് പറയില്ല. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ നയന ഇങ്ങനെ ആ ബാഗും എടുത്ത് ആ അനന്തപുരി തറവാടിൻ്റെ പടി ചവിട്ടി താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പിൻവിളി. അപ്പോൾ ആ പിൻവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിനെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു പിൻവിളിയാണ്. കാരണം നയന ആ വീടിൻ്റെ മരുമകളാകാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടവളല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ആ ഒരു പിൻവിളി വരുന്നു. അപ്പോൾ ആരാണ് ആ വിളിച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ?
അതിനായിട്ട് നമ്മുടെ യഥാർത്ഥ എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്നും വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താണ്. താങ്ക്